ഹലോ ഗായ്സ്, ഇത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് നമ്മുടെ സുധിയണ്ണൻ്റെ സ്ഥലം ഗൈസ്. നമ്മളാണെങ്കിൽ ഈ വേൾഡ് കരിയിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിവിടെയാണ് സ്പോൺ ആവുന്നത്. അപ്പം തന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, താങ്ക്സ് ഫോർ ഡൗൺലോഡിങ് മീനുകുട്ടിയെ നോക്കിക്കോണേ. ഉറപ്പായിട്ടും സുധിയണ്ണ നമ്മൾ മീനുകുട്ടീനെ കാര്യം നോക്കോളൂ. മീനുകുട്ടി ആണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേൾഡ് കയറിയായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ് അടിക്കുന്നുണ്ടോ നോക്കാനായിട്ട്. ചില ആൾക്കാരൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ബഗ് അടിക്കും ഗൈസ്. ഇതാണ് നമ്മുടെ സുധിയണ്ണൻ്റെ വേൾഡ് ഗൈസ്. സുധിയണ്ണ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു വേൾഡ് എനിക്ക് ചുമ്മാ TNT വെച്ച് പൊട്ടിച്ചളയാനോ ഒന്നും ഇംഗ്ലീഷ്. ഇതെല്ലാം നമ്മളുടെ സുധിയണ്ണ ഓഷൻ പോണങ്ങളുടെ വഴി ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഞാൻ ഇടയ്ക്ക് വെച്ച് സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാണ് ഗൈസ്. കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരുന്നതാണ്. പകുതി വെച്ച് എനിക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ ഞാൻ കേവ് ലൈഫ് ഫുള്ള് കാണാൻ നിർത്തി. പിന്നെ ഞാൻ ഇപ്പോൾ തുടങ്ങി ക്രിയേറ്റീവ് എന്ന് പറയുന്നൊരു സുധിയണ്ണൻ്റെ ഇപ്പോൾ പുതിയൊരു ലെറ്റ്സ് പ്ലേ ആണ് ഗൈസ്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ സുധിയണ്ണ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സുധിയണ്ണ സ്പോണായിട്ട് ഫസ്റ്റത്തെ കേവാണ് ഗൈസ് ഇത്. ഫസ്റ്റ് വന്ന കേവാണ് ഗൈസ് ഇത്. സുധിയണ്ണൻ്റെ സ്പോൺ കേവ് എന്നും പറയാം. ഓക്കെ, ഫസ്റ്റ് കേവ് ആണ് ഗൈസ് ഇത്. ഓക്കെ, നമുക്കിനി ഇത് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. കണ്ടത് ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെയാണ് സ്പോൺ ആവുന്നത് ഗൈസ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ നേരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമിംഗ് ഏരിയ ആണ് ഗൈസ്. സുധിയണ്ണൻ്റെ ഫാർമിംഗ് ഏരിയ. പിന്നെ നമ്മൾ ബാക്കിൽ കാണുന്ന സ്റ്റോറേജ് ഏരിയ ഗൈസ്. നമ്മൾ ഈ ഒരു വേൾഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. നമ്മളൊരു സർവൈവൽ സീരീസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഈ ഒരു വേൾഡിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ക്രിയേറ്റീവ് ആക്കി വെച്ചേക്കുന്നത്. ഫസ്റ്റ് കോപ്പി ചെയ്തു ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു വേൾഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഗൈസ്. നമ്മളുടെ സുധിയണ്ണൻ്റെ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളാണ് ഗൈസ്. ഈ ഒരു വേൾഡിനകത്ത് സുധിയണ്ണന് മൊത്തത്തിൽ 4 ഗൈസ് കേവ്സ് ഉണ്ട് ഗൈസ്. കേവ് റൂംസ് ഉണ്ട് ഗൈസ്. 4 കേവ്സ് നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇതാണ് ഗൈസ് കേവ് 2 ഗൈസ്. നമ്മളെ കേവ് സുധിയണ്ണ ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യില്ല, പക്ഷേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളാണ് ഗൈസ്. ഇതാണ് സുധിയണ്ണൻ്റെ കേവ് 2 ഗൈസ്. കുറച്ച് അധികം നീളമുള്ള സ്ഥലമാണ് ഗൈസ് കേവ് 2. ഇനി നമുക്ക് കേവ് 3 പോവാം ഗൈസ്. ഇതാണ് ഗൈസ് എൻട്രൻസ്. സ്റ്റെയർ കയറി പോകുമ്പം നമ്മളുടെ കേവ് 2 കാണും. കേവ് 3 കാണും. കേവ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർ കേവ് കണക്കാണ് സുധിയണ്ണ ഈ കേവ്. ഈ കേവ് മേഡ് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഫുള്ള് നെതറിനകത്ത് നിൽക്കുന്ന അതേ ഫീലാണ് ഗൈസ്. അതിനകത്ത് കിട്ടുന്ന ഫീല് അതുമല്ല ബ്ലോക്കും കാര്യങ്ങളും ഗൈസ്. ഇനി നമുക്ക് കേവ് 4 പോകാം ഗൈസ്. കേവ് 4 പോകുമ്പോൾ സ്റ്റെയർ ഉണ്ട് ഗൈസ്. സ്റ്റെയർ കയറി പോവാം. ഇവിടെ ഗൈസ് നമ്മളിങ്ങനെ കുറച്ച് കയറി വരുമ്പം കേവ് 4 കാണും. ഓക്കെ, ഈ കേവ് 4 ചെയ്യില്ല ഗൈസ്. ഓക്കെ, ഇവിടെ കുറച്ചേ ഉള്ളൂ ഈ കേവ് 4. ഇതിനകത്തൊന്നും ചെയ്യില്ല, വലിയ കാണിക്കാനായിട്ടൊന്നും ഇല്ല ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയണ്ണനാണെങ്കിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റോ എപ്പിസോഡിലാണ് ഈ ഒരു കേവിൻ്റെ പണി ചെയ്തതെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ മൈൻ ഷാഫ്റ്റ് അല്ലേ ഗൈസ്. ഓക്കെ, ഈ സുധിയണ്ണ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ളത് എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. താഴെ ഇരിക്കുന്നതാണ് ഗൈസ് നമ്മളുടെ സുധിയണ്ണൻ്റെ ആയിരുന്ന ഹോം കേവ് ഗൈസ്. ഇതാണ് ഹോം കേവ്. ഫസ്റ്റ് തന്നെ ശൽക്കറി ഇരിക്കുന്നത് സുധിയണ്ണ ലാസ്റ്റ് ഡ്രാഗനെ കൊന്നപ്പോൾ ഉള്ള ടൂൾസും കാര്യങ്ങളുമാണ്. പിന്നെ ഹൈലൈറ്റർ നമ്മളിത്തവണ നമ്മളാണെങ്കിൽ ഒന്ന് അറിയാതെ നമ്മളുടെ ഇത് ഡിലീറ്റ് ആയിട്ട് നമ്മളുടെ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആയി പോയായിരുന്നു ഗൈസ്. പിന്നെ ഇൻസ്റ്റാൾ ആക്കിയപ്പോഴത്തേക്ക് നമ്മളുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ പോയി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ സ്കിന്നാണ് ഇട്ടേക്കുന്നത് തൽക്കാലത്തേക്ക് മാത്രം. എല്ലാവർക്കും ബൈ.